സർക്കാർ അനുകൂല പ്രസ്താവനയിൽ ശശി തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിലും UDF-ലും ശക്തമാകുന്നു. സർക്കാരിനെ പുകഴ്ത്താനായി തരൂർ ഉപയോഗിച്ച കണക്കുകൾ ഏച്ചുകെട്ടിയ കളവുകളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അച്ചടക്ക ലംഘനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. ലേഖനം വികലമായ രാഷ്ട്രീയമെന്ന് കോൺഗ്രസ് മുഖപത്രം. തരൂരിന് പിന്തുണ ആവർത്തിച്ച ഇടതു നേതാക്കളും CPI, CPM മുഖപത്രങ്ങളും രംഗത്തെത്തി. ഇല്ലാത്ത സൂചികയുടെ പേരിൽ ഏച്ചുകെട്ടിയ കണക്കുകൾ. ശശി തരൂരിന്റെ ലേഖനത്തിലെ ഈ കാതലായ ഭാഗങ്ങളെല്ലാം കള്ളക്കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് പറഞ്ഞു വെച്ചു പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചുകെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. തരൂരിന്റെ അച്ചടക്ക ലംഘനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്ന് കെ മുരളീധരൻ. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവ് അങ്ങനെ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദേശീയ നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഇവിടെയും ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് തരൂരിന്റെ ഈ നയം തിരുത്തണമെന്ന് ഹൈക്കമാൻഡ് ഒരു പക്ഷേ നിർദ്ദേശം കൊടുത്തിരിക്കാം. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ലേഖനം വികലമായ രാഷ്ട്രീയമെന്ന പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്നും വീക്ഷണത്തിലെ മുഖപ്രസംഗത്തിൽ വിമർശനാത്മകമായി പറഞ്ഞു വയ്ക്കുന്നു. സർക്കാർ അനുകൂല പ്രസ്താവനയിൽ തരൂരിനെതിരെ നടപടിയില്ലാത്തതിൽ കോൺഗ്രസിൽ അമർഷം രൂക്ഷമാകുന്നതിനിടെയാണ് നേതാക്കളുടെ വിമർശനവും പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗവും. സംഘടനാ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടും നേതാക്കളെ പരിഹസിച്ചിട്ടും തരൂരിനെ ഒന്ന് താക്കീത് ചെയ്യാൻ പോലും നേതൃത്വം തയ്യാറാകാത്തതാണ് അതൃപ്തിക്ക് കാരണം. കെ സുധാകരനടക്കം തരൂരിനെ സംരക്ഷിക്കുന്നുവെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. ഇതിനിടയിൽ ഇന്നും തരൂരിനെ പിന്തുണച്ച ഇടതു നേതാക്കൾ രംഗത്തെത്തി. CPM, CPI മുഖപത്രങ്ങളും തരൂരിനെ പിന്തുണച്ചും കോൺഗ്രസിനെ വിമർശിച്ചും ലേഖനങ്ങൾ എഴുതിയിരുന്നു. ജനം, തിരുവനന്തപുരം.